إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് രഹസ്യ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി പാലിച്ച് സൂക്ഷിച്ച് അല്ലാഹുവിൻ്റെ മുഖറബുകളായ ദാസന്മാരും ദാസികളുമായി ഈ ലോകത്ത് കഴിച്ചു കൂട്ടുവാനും മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആ രൂപത്തിലുള്ള ഒരു ജീവിതം നയിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ റമദാനും ചെറിയ പെരുന്നാളുമൊക്കെ കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിൽ നമ്മൾ അനുഷ്ഠിച്ച എല്ലാ ആരാധനാ കർമ്മങ്ങളും സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ബഹുമാനമുള്ള സഹോദരന്മാരെ, മുസ്ലിം സമൂഹം പലതരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങൾ നിലനിൽപ്പിൻ്റെ ഒരു നൂൽപാലത്തിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങളെ ഹനിക്കുന്ന വഖഫ് ഭേദഗതി വിധി നടപ്പാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇത് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങളിൽ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. അതുകൊണ്ട് വിശ്വാസികളെന്ന നിലക്ക് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. വഖഫ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. വഖഫ് മുസ്ലിങ്ങളുടെ ആത്മീയമായ ഒരു കാര്യമാണ്. മറ്റ് സമുദായങ്ങളുമായി വഖഫിന് യാതൊരു ബന്ധവുമില്ല. അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി അവർ വിട്ടുകൊടുക്കുന്ന സ്വത്ത്, ആരാധനാലയങ്ങൾ, ഖബർസ്ഥാനുകൾ, അതുപോലെ അനാഥാലയങ്ങൾ ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ പോകുകയാണ് അതിൻ്റെ നീണ്ട നിര. അത് സംരക്ഷിക്കപ്പെടണം. വഖഫ് സ്വത്ത് ഒരിക്കലും കയ്യേറ്റത്തിന് വിധേയമാകരുത്. എന്താണോ വഖഫ്, എന്തിനാണോ വഖഫ്, അതിൻ്റെ ഉദ്ദേശം നഷ്ടപ്പെടുന്ന വിധത്തിലാണ് ഇപ്പോൾ പാർലമെന്റിൽ വെച്ചിട്ടുള്ള ബില്ലിലുള്ളത്. എന്ത് ചെയ്യാനാവും നമുക്ക്? യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ ഈ അജണ്ടകളെ തുറന്ന് എതിർക്കുന്നതിൽ മതേതര ജനാധിപത്യ ബോധമുള്ള ആളുകളുടെ ബാധ്യതയാണ്.
നമ്മൾ എതിർത്തേ മതിയാവും. അതോടൊപ്പം ഇതിനപ്പുറം നമുക്ക് ചെയ്യാനുള്ള ചില കാര്യങ്ങൾ, ഇപ്പോൾ നാം നേരിട്ട് കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ആ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ലഭിക്കുമെന്ന് അള്ളാഹ് നമ്മൾ പഠിപ്പിക്കാം. സലാഹുദ്ദീൻ അയ്യൂബി നമുക്കെല്ലാവർക്കും അറിയുന്ന പേരാണ്. ഖുദ്സിൻ്റെ വിമോചകനാണ്. ആ സലാഹുദ്ദീൻ അയ്യൂബി തൻ്റെ സൈന്യവുമായി ഖുദ്സ് കീഴടക്കാൻ പോവാണ്, ബൈത്തുൽ മുഖദ്ദസ്. അങ്ങനെ അവർ സഞ്ചരിച്ച് അവസാനം ഒരു സ്ഥലത്തെത്തി. അവിടെ തമ്പടിച്ചു. നേരം പാതിരാത്രിയായി. അങ്ങനെ സലാഹുദ്ദീൻ അയ്യൂബി പാതിരാത്രി ആയപ്പോൾ സൈന്യം തമ്പടിച്ച ആ ടെന്റിനൂടെ ഒന്ന് നടന്നു നോക്കി. അപ്പൊ സൈന്യങ്ങളൊക്കെ കൂർക്കം വലിച്ചുറങ്ങണം. ഖുദ്സ് കീഴടക്കാൻ പോകുന്ന ആളുകളാണ്, പക്ഷെ അവർ കൂർക്കം വലിച്ചുറങ്ങണം. മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി ആ സമയത്ത് അവരൊക്കെ വിളിച്ചുണർത്തി, എണീക്കുകയും എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എവിടേക്കാ പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഖുദ്സ് കീഴടക്കാൻ പോവുകയാണ്. അപ്പോൾ സലാഹുദ്ദീൻ അയ്യൂബി പറഞ്ഞു, നിങ്ങൾക്ക് ഖുദ്സല്ല ഒന്നും കിട്ടൂല, ഒന്നും കീഴടക്കാൻ കഴിയില്ല. എന്നിട്ട് അദ്ദേഹം അവരെ പഠിപ്പിച്ചു, നിങ്ങൾക്ക് ഖുദ്സ് കീഴടക്കാൻ ആഗ്രഹമുണ്ടോ? ആ ഉണ്ട്. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയല്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പാതിരാത്രിയിൽ നിങ്ങളുടെ റബ്ബുമായി മുനാജാത്ത് നടത്തണം. ആ റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. പിറ്റേ ദിവസം ടെന്റിന്റെ അടുത്തുകൂടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച വല്ലാത്ത കാഴ്ചയായിരുന്നു. സൈന്യങ്ങളെല്ലാവരും നമസ്കരിക്കുന്നു, ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു വാചകം അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞു, മിൻഹുമാ നൻതസിർ, മിൻഹുമാ നൻതസിർ, ഇനി വിജയം നമുക്കുള്ളതാണ്. ഇവിടെ നിന്നാണ് അത് ആരംഭിക്കുന്നത്. ബഹുമാനമുള്ള സഹോദരന്മാരെ, ഇപ്പോൾ സമുദായം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിൽ നമ്മൾ ചെയ്യേണ്ടത് റബ്ബുമായുള്ള മുനാജാത്താണ്. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് റബ്ബുമായുള്ള മുനാജാത്താണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ചു. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് സ്വബറും സ്വലാത്തും ഇസ്തിആനത്തിനുള്ള ഉപകരണമാണ്. ഇസ്തിആനത്ത് എന്ന സഹായം ചോദിക്കാനുള്ള ഉപകരണം. എന്താവശ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാലും, എന്ത് പ്രതിസന്ധികൾ വന്നാലും, എന്ത് വേദനകൾ വന്നാലും, ആരൊക്കെ നിങ്ങളെ ഭയപ്പെടുത്തിയാലും, ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങളെ ലംഘിച്ചാലും, അതിന് കത്രിക വച്ചാലും, അവയെ അതിജയിക്കാൻ, ആവശ്യങ്ങൾ നിറവേറാൻ, പ്രതിസന്ധികളെ മറികടക്കാൻ, വേദനകളെ മറക്കാൻ, അവയെല്ലാം നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കാതിരിക്കാൻ പടച്ച റബ്ബ് നൽകിയ അവസരമാണ് സ്വലാത്ത്. സ്വലാത്ത്. അതുകൊണ്ടാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു, ഇദാ ഹസബ അംറുൻ യുസല്ലി. നമ്മളൊക്കെ ഗ്രഹണം ഉണ്ടായി നമസ്കരിക്കലുണ്ട്. ഗ്രഹണ നമസ്കാരം ഉണ്ടായത് അങ്ങനെയാണ്. അതായത് അന്തരീക്ഷത്തിന് ഒരു മാറ്റം വരികയാണ്. സൂര്യനെ കാണാനില്ല, മേഘ പടലങ്ങളൊക്കെ വന്ന് മൂടി. എന്താണ് സംഭവിക്കുന്നത് ആർക്കും അറിയില്ല. ഈ ലോകത്തിന്റെ അവസാനം ഇപ്രകാരമായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചു വിറച്ചു ഓടി പള്ളിയിലേക്ക്. അവിടുന്നാണ് ഗ്രഹണ നമസ്കാരം ഉണ്ടായത്. കണ്ടോ? അപ്പോ ഇദാ ഹസബ അംറു യുസല്ലി, എന്തെങ്കിലും പ്രയാസങ്ങൾ, പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേഗം പോയി വുളൂ ചെയ്ത് 2 റക്അത്ത് നിസ്കരിക്കും. ഒക്കെ തീരുന്നതാണ്. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു, നമ്മുടെ എല്ലാം മനസ്സിൽ ആ പേരുണ്ടായിരിക്കണം, ഉർവത്ത് ബിൻ സുബൈർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നി ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരി അസ്മാ റളിയല്ലാഹു തആല അൻഹയുടെ പുത്രനാണ് ഉർവത്ത് ബിൻ സുബൈർ. പിതാവിന്റെ പേര് സുബൈർ ബിൻ അവ്വാം. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു ചിത്രം എൻ്റെ വിഷയത്തിന്റെ ഗൗരവം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്ത ഒരാളായിരുന്നു ഉർവത്ത് ഇബ്നു സുബൈർ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിജ്ഞാനത്തിന്റെ നിറകുടം ഈമ്പി ഈമ്പി കുടിച്ച മഹാനായ വ്യക്തിയാണ് ഉർവത്ത് ഇബ്നു സുബൈർ. ഒരിക്കൽ അദ്ദേഹത്തിന്റെ കാലിന് ഒരു രോഗം വന്നു, മാരകമായ അർബുദം. ഇപ്പൊ അതൊക്കെ ചികിത്സിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അല്ലേ? ഇപ്പൊ എന്ത് വന്നാലും ആ രോഗമില്ല എന്ന് പറഞ്ഞാൽ അത് ചികിത്സിക്കും. അസ്തഗ്ഫിറുല്ലാഹ്. അങ്ങനെ രോഗത്തിന് ചികിത്സ തേടി വൈദ്യനെ സമീപിച്ചു. അങ്ങനെ ചെയ്യുന്ന വിശ്വാസി. അങ്ങനെ വൈദ്യന്മാരെ സമീപിച്ചു. വൈദ്യന്മാർ രോഗം സ്ഥിരീകരിച്ചിട്ട് പറഞ്ഞു, കാല് മുറിക്കുകയല്ലാതെ ഒരു രക്ഷയില്ല. മദീനയിലെ 7 കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ ഒരാളാണ് മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല. കാല് മുറിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ചില പ്രക്രിയകളൊക്കെ അദ്ദേഹത്തിന് അവർ പറഞ്ഞു കൊടുത്തു. ചരിത്രത്തിൽ കാണാം, അവർ പറഞ്ഞു, കാരണം പച്ച മനുഷ്യന്റെ കാല് മുറിക്കല്ല, അന്ന് അനസ്തേഷ്യ ഒന്നുമില്ലല്ലോ. അപ്പോൾ വൈദ്യന്മാർ പറഞ്ഞു കുറച്ച് മദ്യം തരട്ടെ വെച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഹറാമ് കൊണ്ടുള്ള ചികിത്സ എനിക്ക് വേണ്ടെന്നാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രക്രിയകൾ പറഞ്ഞു കൊടുത്തു. പക്ഷേ അദ്ദേഹം അവരോട് പറഞ്ഞു, ദരിനി അതഅബ്ദു റബ്ബി, നിങ്ങൾ എന്നെ വിട്, ഞാൻ എൻ്റെ റബ്ബിനോടൊന്ന് സംസാരിക്കട്ടെ, എൻ്റെ റബ്ബിനോട് സമ്മതിക്കട്ടെ, ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന റബ്ബുമായി ഒന്ന് സംസാരിക്കട്ടെ. ഞാൻ നിങ്ങൾ ചിന്തിക്കുക ചരിത്രം, ഇഷ്ടപ്പെട്ടവനോട് സംസാരിക്കുമ്പോൾ, ഇഷ്ടപ്പെട്ടവളോട് സംസാരിക്കുമ്പോൾ നമ്മളൊക്കെ മറക്കുമല്ലോ, എല്ലാം മറക്കും. ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുമായി സംഭാഷണം നടത്താൻ ആരംഭിച്ചു, മുനാജാത്ത് നടത്താൻ ആരംഭിച്ചു. നമുക്കൊരു വിശ്വാസി ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഒരൊറ്റ ഉത്തരമേ പാടുള്ളൂ, അത് റബ്ബിനെയാണ്. എൻ്റെ റബ്ബിനെ മാത്രമാണ് ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത്. ആ റബ്ബുമായുള്ള മുനാജാത്താണ് സ്വലാത്ത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ സംസാരം ആരംഭിച്ചാൽ നിങ്ങൾ എൻ്റെ കാല് മുറിക്കാൻ ആരംഭിക്കണം. ഞാൻ സ്വലാത്ത് ആരംഭിച്ചാൽ നിങ്ങൾ എൻ്റെ കാല് മുറിക്കാൻ ആരംഭിക്കണം. അദ്ദേഹം സ്വലാത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വൈദ്യന്മാർ കാല് മുറിക്കാൻ ആരംഭിച്ചു. റബ്ബുമായുള്ള സംസാരത്തിൽ നോക്കൂ, അതാണ് റബ്ബുമായ സംസാരം. നമ്മൾ അറിയാതെ ആ സ്വലാത്തിനെ നമ്മൾ നമസ്കാരം എന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. നമസ്കാരമല്ല, സ്വലാത്താണ്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അത് കേവല നമസ്കാരമല്ല, അത് സിലത്തിൽ നിന്നാണ് സ്വലാത്ത് വന്നത്. അറബിയിലെ ചില പദങ്ങൾ ആ അറബി കൊണ്ട് തന്നെ നമ്മൾ ഭാഷാന്തരം ചെയ്യണം. സിലത്തിൽ നിന്നാണ്. സിലത്ത് എന്ന് പറഞ്ഞാൽ അത് ബന്ധമാണ്. ആരുമായുള്ള സിലത്താണ്? റബ്ബുമായുള്ള ബന്ധമാണ്. നോക്കൂ, നമ്മളൊക്കെ നമസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ ആ സിലത്ത് വേർപെട്ടു പോകും, റബ്ബുമായുള്ള ബന്ധം വേർപെട്ടു പോകും. ഉർവ സ്വലാത്തിലേക്ക് പ്രവേശിച്ചു. വൈദ്യന്മാർ കത്തി കൊണ്ട് അദ്ദേഹത്തിന്റെ കാല് മുറിക്കാൻ ആരംഭിച്ചു. മുറിച്ച് അവസാനം എല്ല് വരെ എത്തി. ഇനി കത്തി കൊണ്ട് മുറിക്കാൻ കഴിയില്ല. ആ സമയത്ത് വൈദ്യന്മാർ ഈ പച്ച മനുഷ്യ ബോധം കെടുത്തിയിട്ടില്ല. നിങ്ങൾ ചിന്തിച്ചോ കാണി, മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റബ്ബുമായി മുനാജാത്ത് നടത്താണ്. ഇങ്ങനെ ഈ പച്ച മനുഷ്യന്റെ കാല് കത്തി കൊണ്ട്, മൂർച്ചയുള്ള കത്തി കൊണ്ട് ഈർന്ന് മുറിച്ച് അവസാനം എല്ല് വരെ എത്തി. വൈദ്യന്മാർ ഉർവത്ത് സുബൈറിനെ നോക്കി, പക്ഷേ ഫലം യൽതഫിത്, അദ്ദേഹം തിരിഞ്ഞു നോക്കുന്നേയില്ല. അദ്ദേഹത്തിന് വേദന അനുഭവിക്കുന്നേയില്ല. എങ്ങനെ വേദന അനുഭവിക്കും? എങ്ങനെ വേദന അറിയാം? ഉർവത്ത് ഇബ്നു സുബൈറിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവനുമായുള്ള സംസാരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവസാനം കത്തിക്ക് പകരം ഒരു ഈർച്ചവാൾ കൊണ്ടുവന്നു. മുഹദ്ദിസീങ്ങൾ പറഞ്ഞത്, അതിനർത്ഥം പറഞ്ഞത് മിൻഷാർ എന്നാണ്, ഈർച്ചവാൾ. ആ ഈർച്ചവാൾ കൊണ്ട് മഹാനായ ഉർവത്ത് ഇബ്നു സുബൈറിന്റെ കാല് എല്ല് മുറിക്കുന്നു. പക്ഷെ ഇങ്ങനെ എല്ല് മുറിച്ചിട്ടും ഉർവത്ത് ഇബ്നു സുബൈർ തിരിഞ്ഞു നോക്കുന്നേയില്ല. അവസാനം കാല് മുറിച്ച് കഴിഞ്ഞ ശേഷം അന്നത്തെ വൈദ്യശാസ്ത്ര രീതി അനുസരിച്ച് ഈ പച്ചമുറി അതിൽ അണുബാധ ഏൽക്കാൻ വേണ്ടി അവർ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. എന്തറിയോ? അത് തിളപ്പിച്ച ഒലീവെണ്ണ ഒഴിക്കുക ആ പച്ചമുറിയിൽ.
അങ്ങനെ കാല് മുറിച്ചു. ഈ തിളപ്പിച്ച ഒലീവെണ്ണ ഈ പച്ച മുറിയിൽ ഒഴിച്ചപ്പോ ഉർവത്ത് ബിൻ സുബൈറിന് ബോധക്ഷയം സംഭവിച്ചു. ഒരല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബോധം തിരിച്ചു കിട്ടി. ബോധം തിരിച്ചു കിട്ടിയപ്പോൾ അദ്ദേഹം ചോദിച്ചത്, ഹൽ ഇൻതഹൈതും, കഴിഞ്ഞോ നിങ്ങളെ പണി കഴിഞ്ഞോ? സഹോദരന്മാരെ, ഈ ചരിത്രം പറഞ്ഞത് ഞാനും നിങ്ങളൊക്കെ ഇന്ന് സുബഹി നമസ്കരിച്ചു, പള്ളിയിൽ വന്നപ്പോൾ തഹീത്ത് നിസ്കരിച്ചു. ഇസ്ലാമിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വലാത്ത് നിർവഹിച്ചു. എന്താണ് യഥാർത്ഥത്തിൽ സ്വലാത്ത്? എന്തായിരിക്കണം സ്വലാത്ത്? സ്വലാത്ത് യഥാർത്ഥത്തിൽ എല്ലാ വേദനകളിൽ നിന്നും, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് മോചനം കിട്ടാനുള്ള നമ്മുടെ റബ്ബുമായുള്ള ഒരു സംസാരമാണ് സ്വലാത്ത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? സ്വലാത്തിൽ ഭൂരിഭാഗവും നമ്മൾ നമ്മുടെ റബ്ബിനോട് സ്വകാര്യം പറയാണ് ഭൂരിഭാഗം സമയം. അതിന്റെ ഒന്നാമത്തെ പ്രാർത്ഥന മുതൽ ശ്രദ്ധിച്ചോ കാണി, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ. ഇങ്ങനെ സ്വകാര്യ പറയണം റബ്ബിനോട്. ആകാശഭൂമികളെ സൃഷ്ടിച്ച നാഥ, എന്റെ മുഖത്തെ ഞാൻ നിന്നിലേക്ക് ഇതാ തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭൗതികമായ എന്റെ മുഖത്തെയല്ല, എന്റെ മുമ്പിൽ ഇപ്പോൾ നീ മാത്രമാണുള്ളത്, നിന്നെക്കുറിച്ചുള്ള ചിന്ത മാത്രമാണുള്ളത്, എന്റെ മനസ്സിൽ നീ മാത്രമാണ് റബ്ബേ. നമുക്ക് കഴിയും നമസ്കരിക്കാം. നിന്നിലേക്കാണ് എന്റെ കണ്ണും എന്റെ കാതും എന്റെ കരളും എന്റെ മനസ്സും എന്റെ ചിന്തയും എല്ലാം തിരിച്ചിരിക്കുന്നത്. നമുക്ക് കഴിയും നമസ്കരിക്കാം. അതാണ് സ്വലാത്ത്. അധര വ്യായാമമല്ല. ആ രൂപത്തിൽ സ്വലാത്ത് നിർവഹിച്ചാൽ ആ സ്വലാത്തിലൂടെ റബ്ബിനോട് ഇസ്തിആനത്ത് നടത്താനാണ് റബ്ബ് പറഞ്ഞത്. സ്വലാത്തിലൂടെ സഹായം ചോദിക്കാൻ ഉറപ്പായിട്ടും കിട്ടും. നോക്കൂ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ നമസ്കാരത്തിന്റെ രൂപം നിങ്ങൾക്കറിയില്ലേ? അദ്ദേഹത്തിന്റെ നമസ്കാരത്തിന്റെ രൂപം ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. അഖൂമു ഇലാ സ്വലാത്തി, ഞാൻ എന്റെ സ്വലാത്തിന് വേണ്ടി നിൽക്കും. അലി ഇബ്നു അബീ ത്വാലിബ് പറയാൻ, ഞാൻ എന്റെ സ്വലാത്തിന് വേണ്ടി നിൽക്കും. വഅജ്അലു കഅബത ബൈന ഹാജിബി, ആ സമയത്ത് എന്റെ കൺമുമ്പിൽ എന്റെ കഅബാലയത്തെ ഞാൻ കൊണ്ടുവരും. നമ്മുടെ കൺമുമ്പിൽ വലുതാണ്. വസ്സിറാത തഹ്ത ഖദമി, എനിക്ക് ഖിയാമത്ത് നാളിൽ നടന്നു പോകാനുള്ള സിറാത്തിലായിരിക്കും ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ സ്വലാത്തിന് വേണ്ടി നിൽക്കുമ്പോൾ എന്റെ പാദങ്ങൾക്ക് താഴെ. നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കൊക്കെ നടന്നു പോകാനുള്ള സിറാത്ത്, നരകത്തിന്റെ മുകളിൽ ഘടിപ്പിക്കപ്പെട്ട സിറാത്ത്, ആ സിറാത്തിന്റെ മുകളിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എന്ന ചിന്തയായിരിക്കും എനിക്ക്. ആരാ? അലി ഇബ്നു അബീ ത്വാലിബ്, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാൻ. വൽ ജന്നത്തു അൻ യമീനി, അടുത്തതായി ഞാൻ ചിന്തിക്കുക എന്റെ വലതുഭാഗത്ത് സ്വർഗമാണ്. വന്നാറു അൻ യസാരി, എന്റെ ഇടത് ഭാഗത്ത് നരകമാണ്. വൽ മലക്കുൽ മൗതു അലാ റഅസി, ഇതാ ആജ്ഞ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ എന്റെ റൂഹിനെ പിടിക്കാൻ എന്റെ തലഭാഗത്ത് എന്റെ മലക്കുൽ മൗത്ത് ഇതാ വന്നിരിക്കുന്നു. യാ സലാം, അളുന്നുഹാ ആഖിറു സ്വലാത്തി, ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ എന്റെ മനസ്സിലുള്ളത് ഇത് എന്റെ അവസാനത്തെ സ്വലാത്താണ്, എന്റെ അവസാനത്തെ നമസ്കാരമാണ്. ഇനി എന്റെ പ്രിയപ്പെട്ടവനോട് എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, ഇത് അവസാനിക്കുകയാണ്. പറയാനുള്ളതെല്ലാം പറയണം, സ്നേഹത്തോടുകൂടെ പറയണം. അതൊരു വല്ലാത്ത സംസാരമായിരിക്കും. ഇതാണ് സ്വലാത്ത്. അങ്ങോട്ടത്ര നമ്മൾ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത്, ഇദാ ഖുംത ഇലാ സ്വലാതിക് ഫസല്ലി സ്വലാത മുവദ്ദിഅ, നീ നിന്റെ നമസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്നാൽ നിന്റെ മനസ്സിലുണ്ടാകേണ്ടത് ഇത് എന്റെ ജീവിതത്തിന്റെ അവസാനത്തെ നമസ്കാരമായിരിക്കും. ഈ സ്വലാത്ത് ഈ രൂപത്തിൽ നിർവഹിച്ചാൽ യാതൊരു സംശയം വേണ്ട, പടച്ച റബ്ബ് നമ്മെ സഹായിക്കും. ഒരു സംശയം വേണ്ട. വളരെ കൃത്യമായി, യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തഈനൂ, നിങ്ങൾ സഹായം ചോദിച്ചോളി. എന്തുകൊണ്ട്? ബിസ്സബ്രി, ക്ഷമ കൊണ്ട്, വസ്സലാ, നമസ്കാരം കൊണ്ട്. ഇത് മുസ്ലിം ഉമ്മത്ത് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, മറ്റ് ജനാധിപത്യ രൂപത്തിൽ നാം ഇപ്പോൾ നേരിടുന്ന ആ വഖഫ് ഭേദഗതി ബില്ലിനെ നാം എതിർക്കുകയും അതോടൊപ്പം നമ്മുടെ റബ്ബുമായി രഹസ്യമായി മുനാജാത്ത് നടത്തി സുജൂദിൽ കിടന്നുകൊണ്ട്, റബ്ബേ, ഈ പ്രതിസന്ധി ഘട്ടങ്ങൾ നീ മുസ്ലിം ഉമ്മത്തിനെ സംരക്ഷിക്കണമെന്ന് ആത്മാർത്ഥമായി ഞാനും നിങ്ങൾ ദുആ ചെയ്താൽ
പേടിക്കണ്ട, റബ്ബ് കേൾക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, പൊതുവെ നമുക്കറിയാം, ഇസ്ലാമിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് ഈ ഇസ്ലാം വളർന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഫലസ്തീനിലെ മക്കൾ, സഹോദരങ്ങൾ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഏകദേശം 4-4.5 വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതേ കിരാതവാഴ്ച മുമ്പ് നടക്കുകയുണ്ടായി. അങ്ങനെ യുദ്ധമൊക്കെ കെട്ടടങ്ങി കുറേയൊക്കെ സമാധാനത്തിന് അന്തരീക്ഷം വന്നു. ആ സമയത്ത് ഒരു മുസ്ലിം ഒരു ജൂത പണ്ഡിതനെ കണ്ടുമുട്ടി. സ്വാഭാവികമായും വികാരം തിളച്ചു പൊങ്ങിയ മുസ്ലിം ആ ജൂത പണ്ഡിതന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, മഹ്മാ ത്വാല ബികുമുസ് സമൻ യാ അഹ്ഫാദൽ ഖിറദതി വൽ ഖനാസിർ ലനുഖ്രിജന്നകും മിൻഹാ അദില്ലതൻ വഅൻതും സാഗിറുൻ വസയകൂനു മഅന അശ്ശജറു വൽ ഹജറു ഫി ഹർബിക്കും. മുസ്ലിമിനെ ഇത് പറയാനും പ്രേരിപ്പിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനാണ്. ഇത് സത്യമായി പുലരണം. എന്താ മുസ്ലിം പറഞ്ഞ ജൂതനോട്? ജൂതന്മാരെ, നിങ്ങൾ ഇപ്പോൾ എത്രയൊക്കെ മേൽക്കോയ്മ അവകാശപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങളെയൊക്കെ ഈ ജസീറത്തുൽ അറബിൽ നിന്ന് തീർത്തും അധമന്മാരായി കെട്ടുകെട്ടിക്കുന്ന ഒരു കാലം വരിക തന്നെ ചെയ്യും. ആ സമയത്ത് ഞങ്ങൾ നിങ്ങളോട് യുദ്ധം ചെയ്യുമ്പോൾ ഈ നാട്ടിലെ കല്ലുകളും വൃക്ഷങ്ങളും നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ ഞങ്ങളുടെ പക്ഷത്തുണ്ടാകും. ഇത് പ്രവചനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഭവിക്കും. ആ സമയത്ത് ജൂതൻ മുസ്ലിമിനോട് ചോദിച്ചു, നഅം വഹാദാ സഹീഹ്, ശരിയാണ്, നീ പറഞ്ഞത് ശരിയാണ്. ഈ ജസീറത്തുൽ അറബിൽ നിന്ന് ഞങ്ങളെ അഥവാ ജൂതന്മാരെ ഇന്ന് ആട്ടിപ്പായ്ക്കുന്ന ഒരു കാലം വരും, നീ പറഞ്ഞത് ശരിയാണ്. നഖറഉഹു ഫീ കുതുബിനാ വയഅലമുഹു ആലിമുനാ വജാഹിലുനാ വലാകിൻ ലസ്തും അൻതും. നീ പറഞ്ഞത് ശരിയാണ്. ഞങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ഞങ്ങളത് വായിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അറിവുള്ള ആളുകൾക്കും അറിവില്ലാത്ത ആളുകൾക്കും ഇതറിയാം. വലാകിൻ ലസ്തും അൻതും, പക്ഷെ അത് നിങ്ങളല്ല, അത് നിങ്ങളല്ല. അപ്പൊ മുസ്ലിമിന് സംശയമായി. ഫമൻഹും, പിന്നെ ആരാ? റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? മുസ്ലിം ഉമ്മത്ത് ജൂതന്മാർക്കെതിരെ യുദ്ധം ചെയ്യും, അവർ തോൽപ്പിക്കുമെന്നാണല്ലോ പറഞ്ഞു. പിന്നെ ആരാ? ആ സമയത്ത് ജൂതൻ, അവന്റെ വേദം പഠിച്ചവനാ, ജൂതൻ പറഞ്ഞു, ഹുമുല്ലദീന യകൂനു അദദു മുസല്ലീഹിം ഫീ സ്വലാത്തിൽ ഫജ്ർ ബിഖദ്രി അദദിൽ മുസല്ലീന ഫീ സ്വലാത്തിൽ ജുമുഅ. ശരിക്കും ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചോ, അതാണ് മുസ്ലിമിന്റെ ക്വാളിറ്റി. എന്താ ജൂതൻ പറഞ്ഞത്? അത് നിങ്ങളല്ല മാപ്പിളാരെ, മറിച്ച് ഒരു സമുദായം, ഒരു സംഘം വരാനുണ്ട്. നിങ്ങളുടെ ജുമുഅ നമസ്കാരത്തിൽ എത്ര ആളുകൾ പങ്കെടുത്തുവോ, ശരിക്കും ശ്രദ്ധിക്കുക, നിങ്ങളുടെ ജുമുഅ നമസ്കാരത്തിൽ എത്ര ആളുകൾ പങ്കെടുത്തുവോ അത്രയും ആളുകൾ നിങ്ങളുടെ ഫജ്ർ നമസ്കാരത്തിൽ പങ്കെടുക്കുന്ന ഒരു സംഘം വരാണ്ട്. അവരാണ്, നിങ്ങളല്ല. നോക്കൂ, വിശുദ്ധ റമദാൻ ഞാനും നിങ്ങളൊക്കെ കൃത്യമായി പള്ളി ജമാഅത്ത് എത്തിയവരാണ്. ഇപ്പൊ എന്താ അവസ്ഥ? സഹോദരങ്ങളിൽ സത്യമാണിത്. കണ്ടോ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു 1400 വർഷങ്ങൾക്ക് മുമ്പ്, മൻ സല്ല സുബ്ഹി ഫി ജമാഅ ഫകഅന്നമാ സല്ല ലൈലു കുല്ലു. മറ്റൊരു ഹദീസിൽ പഠിപ്പിച്ചു, മൻ സല്ല സുബ്ഹി ഫി ജമാഅ ഫഹുവ ഫീ ദിമ്മത്തില്ലാ. ആ ദിമ്മത നഷ്ടപ്പെട്ടു നമുക്ക്. ആരെങ്കിലും സുബ്ഹി ജമാഅത്തായി നമസ്കരിച്ചാൽ അവൻ പടച്ച റബ്ബിന്റെ പരിപൂർണമായ സംരക്ഷണത്തിലാണ്. റബ്ബാണ് പ്രൊട്ടക്ഷൻ. ഒരു ഭരണഘടനയല്ല, 100 ഭരണഘടന തന്നെ ഭേദഗതി ബില്ല് പൊളിച്ചെഴുതിയാലും റബ്ബിന്റെ സംരക്ഷണം ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കാനില്ല. നോക്കൂ, റസൂലേ പഠിപ്പിച്ചത്.
സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? ചരിത്രം നമുക്കറിയില്ലേ? ഭൂമിയിലെ ആദ്യത്തെ ഗേഹാലയം, പരിശുദ്ധ കഅബാലയം, ആ കഅബാലയം തകർക്കാൻ വേണ്ടി ആനപ്പട്ടാളവുമായി യമനിലെ ഭീകരനായ അബ്രഹത്ത് വരികയാണ്. ചരിത്രം നമുക്കറിയാം. പക്ഷെ നമ്മൾ അയവിറക്കേണ്ട ചരിത്രം ഇപ്പോ. ആ സമയത്ത് അബ്രഹത്ത് എന്താ ചെയ്തറിയ? ഇസ്ലാമിന്റെ ശത്രുക്കൾ മുസ്ലിം സമുദായത്തെ പ്രകോപിപ്പിക്കാൻ എന്തൊക്കെയാണോ ചെയ്തത് അത് അബ്രഹത്ത് ആദ്യം ചെയ്തു. അബ്രഹത്ത് ആദ്യം ചെയ്തത് മക്കക്കാരുടെ നേതാവായ അബ്ദുൽ മുത്തലിബിന്റെ ഏകദേശം 100ഓളം വരുന്ന ഒട്ടകങ്ങളെ പിടിച്ചെടുത്തു, അവരെ പ്രകോപിതരാക്കാൻ. ഇന്ന് മുസ്ലിം സമുദായത്തെ പ്രകോപിതരാക്കി വോട്ട് ബാങ്ക് സൃഷ്ടിക്കുകയാണ് ഇവിടെ. ശരിക്കും ശ്രദ്ധിച്ചോളി. ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിന്റെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, എനിക്ക് എന്റെ ഒട്ടകങ്ങൾ തിരിച്ചു തരണം. മക്കക്കാരുടെ നേതാവായ അബ്ദുൽ മുത്തലിബിന്റെ ഈ വർത്തമാനം കേട്ടപ്പോ അബ്രഹത്ത് എന്തൊരു വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്. നിങ്ങൾ എന്തൊരു വിഡ്ഢിയാണ്. നിങ്ങളുടെ കാക്കകാരണന്മാർ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിശുദ്ധ ദേവാലയം, ഈ ദേവാലയം തകർക്കാനാണ് ഞങ്ങൾ വന്നത്. ആ സമയത്ത് ഈ ദേവാലയത്തെക്കാൾ വലുതാണോ നിങ്ങളുടെ ഒട്ടകം എന്ന് ചോദിച്ചപ്പോ അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞൊരു വാചകം, അന റബ്ബുൽ ഇബിൽ. അതൊരു വിശ്വാസം. അന റബ്ബുൽ ഇബിൽ ലിൽ ബൈത്തി റബ്ബുൻ യഹ്മീഹി. ഞാനാണ് ആ ഒട്ടങ്ങളുടെ റബ്ബ്, അതെനിക്ക് തിരിച്ചു തരണം. ലിൽ ബൈത്തി റബ്ബുൻ യഹ്മീഹി. ഈ ബൈത്തിന്, ഈ ബൈത്തുൽ അതീഖിന് ഒരു റബ്ബുണ്ട്, ആ റബ്ബ് അതിനെ സംരക്ഷിച്ചുകൊള്ളും. അതാണ് വിശ്വാസം. അബ്രഹത്ത് നീങ്ങാണ് മക്കക്ക് കഅബ തകർക്കാൻ. എന്താ സംഭവിച്ചത്? മക്കക്കാർ അബൂ ഖുബൈസ് മലയുടെ മുകൾ കയറിയിരിക്കുകയാണ്. മക്ക കേണ ദിവസമാണ്. ബൈത്തുൽ അതീഖിന്റെ ഭൂമുറ്റം വിശാലമാണ്. അബ്ദുൽ മുത്തലിബും മക്കാ നിവാസികളും അബൂ ഖുബൈസിന്റെ മലമുകളിൽ ഇരിക്കുമ്പോ തീഗോളങ്ങളെ പോലെയുള്ള 1000-ലധികം വരുന്ന അബാബീൽ പക്ഷികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചില്ലേ? ചിന്തിക്കണം സഹോദരന്മാരെ, ചരിത്രം അത് കഥ കേൾക്കാനല്ല. ആ പക്ഷികൾ എന്താ ചെയ്തത്? അവരെ ഏതുപോലെ തിന്നപ്പെട്ട വൈക്കോൽ തുരുമ്പോലാക്കി. അവരുടെ നേതാവായ ഏറ്റവും വലിയ ഭീകരനായ അബ്രഹത്തിനെ അവസാനം ഏത് രൂപത്തിലാ ചത്തത്? നമ്മൾ മനസ്സിലാക്കുക സഹോദരന്മാരെ, നമുക്ക് ലോകത്തോട് ഒന്നേ പറയാനുള്ളൂ, വഖഫ് അത് റബ്ബിന്റെ സ്വത്താണ്. അത് റബ്ബിന്റെ സ്വത്താണ്. അത് തൊട്ടാൽ കൈപ്പൊള്ളും, പൊള്ളും. അതിനെ തൊട്ട് കളിക്കുന്നവർക്ക് അബ്രഹത്തുമാർ ഒരു പാഠമായിരിക്കും. നമുക്ക് ആശ്വസിക്കാം സഹോദരങ്ങളെ, ചരിത്രം ഇവിടെയും ആവർത്തിക്കും. അതുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങണം. ആ റബ്ബുമായി നിരന്തരമായി മുനാജാത്തിലൂടെ റബ്ബിനോട് അപേക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ റബ്ബിനോട് ഏറ്റു പറഞ്ഞാൽ ആ റബ്ബ് നമ്മെ സഹായിക്കും. അല്ലേ? ചരിത്രം അതല്ലേ പഠിപ്പിച്ചത്? നോക്കൂ, ഒരു വോട്ട് പോലും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ ഫിർഔൻ രക്ഷപ്പെടുത്തിയത്. അല്ലേ? പറവകൾ പോലും കരിഞ്ഞുപോയ തീക്കുണ്ടാരത്തിൽ നിന്ന് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ രക്ഷിച്ച റബ്ബ് തന്നെയാണോ ഇന്നുള്ളത്? ആ റബ്ബനെ ആ സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കുമ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹും മഹാനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം ഇരിക്കുമ്പോ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അതാ നമ്മൾ മുദ്രാവാക്യം. അബൂബക്കർ വിഷമിക്കരുത്, ദുഃഖിക്കരുത്. ഇന്നല്ലാഹ മഅനാ, റബ്ബ് നമ്മുടെ കൂടെയുണ്ട്. ആ റബ്ബ് നമ്മുടെ കൂടെയുണ്ട് എന്ന ബോധം വിട്ടകലാത്ത കാലത്തോളം നമുക്ക് ഒന്നിനെ പേടിക്കേണ്ട സഹോദരന്മാരെ. അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക, റബ്ബിലേക്ക് മുനാജാത്ത് നടത്തുക, റബ്ബിനോട് ഇസ്തിആനത്ത് നടത്തിക്കൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമുദായം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹുവേ നീ ഞങ്ങൾക്ക് വിട്ട് പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ മുസ്ലിം സമുദായം പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവേ, എല്ലാവരുടെയും പ്രയാസങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ പലസ്തീനിലെ പിഞ്ചോമന മക്കളെ, സഹോദരങ്ങളെ നിഷ്കരുണം കൊന്നൊടുക്കുന്ന ആ ജൂതവർഗത്തിന്റെ മേൽ റബ്ബേ നിന്റെ ശാപം വർഷിപ്പിക്കണേ റഹ്മാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, അവരുടെ കൈകളെ
അവരുടെ അധികാരങ്ങളെ നീ തളർത്തണേ റബ്ബേ. അർഹമുർ റഹീമീനായ റബ്ബേ, പരിശുദ്ധ റമളാൻ ഞങ്ങൾ അനുഷ്ഠിച്ച എല്ലാ ആരാധനാ കർമ്മങ്ങളും സ്വാലിഹായ അമലായി നീ ഖബൂലാക്കണേ റബ്ബേ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട ഉപ്പ, അരുമമക്കൾ, സ്നേഹിതന്മാർ, ഉസ്താദുമാർ, അല്ലാഹുവേ നീ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി നീ മാറ്റണേ റബ്ബേ. റഹ്മാനായ റബ്ബേ, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും റബ്ബേ നിന്നെ മുറുകെ പിടിച്ച് നിന്നിൽ തവക്കുൽ ചെയ്ത് യഥാർത്ഥ മുവഹിദുകളായി ഈ ലോകത്ത് നിന്ന് മരിച്ചു പിരിയുന്ന സ്വാലിഹീങ്ങൾ അല്ലാഹുവേ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന റഹ്മാനെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم دمر اعداء المسلمين. اللهم دمر اعداء المسلمين. اللهم دمر اعداء المسلمين. اللهم انا نعوذ بك من شماتة الاعداء. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين. واغفر لنا يا غافر المذنبين. واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد.